അപ്പൊ ഇന്നിപ്പം സമ്മേളനം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് വിളിക്കാനിടയായിട്ടുള്ളത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി തീരുമാനം പത്രസമ്മേളനത്തിലൂടെ പറയുകയുണ്ടായി. സംസ്ഥാന കമ്മിറ്റി പരിശോധിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചാണ്. അതായത് തെരഞ്ഞെടുപ്പ് പരാജയത്തിനുണ്ടായ കാരണങ്ങൾ അത് സംബന്ധിച്ച റിവ്യൂ ആണ് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി നടത്തിയത്. അങ്ങനെ റിവ്യൂ നടത്തുന്നതിന് മുമ്പായി പാർട്ടി ഘടകങ്ങളെ കേട്ടുകൊണ്ടാണ് റിവ്യൂ തയ്യാറാക്കുക എന്നാണ് നേരത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നത്. അപ്പോൾ താഴെ നിന്നുള്ള ചർച്ചകളൊക്കെ കേട്ടിട്ടാണ് സംസ്ഥാന കമ്മിറ്റി റിവ്യൂ തയ്യാറാക്കിയത് എന്നാണ് ഗോവിന്ദൻ മാഷ് അവകാശപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി റിവ്യൂവിൽ താഴെ ഘടകങ്ങളിൽ നിന്ന് വന്ന ഒരു ചർച്ചയും ആ റിവ്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കേട്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത്. പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പാർട്ടി നേതൃത്വം സ്വീകരിച്ച അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധവും ഉൾപാർട്ടി ജനാധിപത്യം നിരക്കാത്തതുമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പരാജയത്തിന് കാരണമെന്നാണ് പാർട്ടി അണികളിൽ ഉടനീളം ചർച്ച ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ ചില ചർച്ചകൾ തന്നെ വന്നിട്ടുള്ളത്, ഒന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ട് നിലപാട്, അതുപോലെ തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ള തെറ്റായ രീതികൾ, ഇതൊക്കെ പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് മതേതരത്വ മനസ്സുള്ള ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റാനിടയായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ CPM-ന് ഇടതുപക്ഷ പാർട്ടിക്ക് ഉണ്ടാവേണ്ടുന്ന മതേതരത്വ നിലപാടിൽ വെള്ളം ചേർക്കുന്ന സംഭവങ്ങൾ പാർട്ടി സഖാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പാർട്ടി താഴെ കടലിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ആ റിവ്യൂ റിപ്പോർട്ടിൽ അത്തരം ഒരു കാര്യവും പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ 27 സ്ഥാനാർത്ഥികളിൽ 24 പേരും തോറ്റിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയോ മണ്ഡലം കമ്മിറ്റിയോ അംഗീകരിക്കാത്ത സ്ഥാനാർത്ഥികളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 27 പേരും 24 പേരും തോറ്റത്. ഇവിടെ തളിപ്പറമ്പിലും പയ്യന്നൂരും ഉണ്ടായിട്ടുള്ള അനുഭവം ഇതിനു മുമ്പ് ഞങ്ങൾ രണ്ടുപേരും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മത്സരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ സംസ്ഥാന കമ്മിറ്റി പറയുന്നത് ഇതിന്റെ തളിപ്പറമ്പിലും പയ്യന്നൂരും പരാജയപ്പെടാൻ ഇടയായതിന്റെ ഉത്തരവാദിത്തം പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ മേലെയാണ് ഇപ്പോൾ കെട്ടിവെക്കുന്നത്. ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റി എന്നാണ് ഇപ്പോ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് കബളിപ്പിക്കലാണ്. ഇത് ശരിയായ പാർട്ടി വഞ്ചനയാണ്. വസ്തുതകളും സത്യവും ജനങ്ങളിൽ നിന്നും പാർട്ടിയിൽ നിന്നും മൂടിവെക്കലാണ്. യഥാർത്ഥത്തിൽ ജില്ലാ കമ്മിറ്റിക്കാണോ തെറ്റുപറ്റിയത്? പാർട്ടിയിൽ സത്യം പറയണ്ടേ? പത്രസമ്മേളനത്തിൽ പറയുന്നില്ലെങ്കിൽ ഈ പാർട്ടി ഘടകങ്ങൾ പറയോ? അവർ പറയുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്ന്. അത് സാങ്കേതികമായി ശരിയാണ്. പക്ഷേ എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥികൾ വന്നത്? ഇവിടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വലിയ ആക്ഷേപം പാർട്ടിക്കാർക്കുണ്ടായില്ലേ? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിരുന്നോ? ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചിരുന്നോ? മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചിരുന്നോ? ഏതെങ്കിലും ഒരു പാർട്ടി ഘടകം ഈ സ്ഥാനാർത്ഥി അംഗീകരിച്ചിരുന്നോ?
എന്നിട്ടും എങ്ങനെ ആ സ്ഥാനാർത്ഥി മത്സരരംഗത്ത് വന്നു? ആരാണ് അതിന്റെ ഉത്തരവാദി? ആരാണ് ആ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചത്? സ്വയം പ്രശ്നമായി പരിശോധിക്കണ്ടേ? ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയോ? ജില്ലാ കമ്മിറ്റി 2-3 പേരെ ഒഴിച്ച് എല്ലാവരും 2 സ്ഥാനാർത്ഥിയെ എതിർത്തല്ലോ. ആ കമ്മിറ്റിയിൽ ഗോവിന്ദ മാഷുണ്ടല്ലോ, സംസ്ഥാന സെക്രട്ടറി. സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ. ആ ജില്ലാ കമ്മിറ്റിയിൽ അധ്യക്ഷത വഹിച്ച ഒരാളാണല്ലോ ഞാൻ. എന്റെ അടുത്താണല്ലോ ഗോവിന്ദ മാഷ ആ കമ്മിറ്റിയിൽ ഇരുന്നത്. മാഷ മുഴുവൻ കേട്ടിട്ടുണ്ടല്ലോ. ആ ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയോ? ആ ജില്ലാ കമ്മിറ്റിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. ശരിയായ രീതിയിലാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി പറഞ്ഞത്. പക്ഷെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറായോ? ഒരു കാരണവശാലും പയ്യന്നൂർ ആ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് പറഞ്ഞില്ലേ? ആ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിരിക്കും. നിങ്ങൾ കേട്ടോ? അപ്പോൾ ജില്ലാ കമ്മിറ്റിക്കാ പെശക് പറ്റിയത്. തളിപ്പറമ്പിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അടിമുടി വിമർശനമായിരുന്നില്ലേ? പാർട്ടിയിൽ ഉടനീളം വിമർശനമായിരുന്നില്ലേ? അപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിക്കാണോ പെശക് പറ്റിയത്? മാഷക്കിന് അറിയാലോ, സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാലോ. പിന്നെ എന്ത് വാശിന്റെ പേരിലാണ് ഈ 2 പേരെ അടിച്ചേൽപ്പിച്ചത്? ഇതുപോലെയാണ് 27 പേരെ നിങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതാണ് 24 തോറ്റത്. എന്തിനായിരുന്നു അത്? എന്നിട്ടിപ്പോ റിവ്യൂ റിപ്പോർട്ടിൽ പറയാണ് ഇത് ജില്ലാ കമ്മിറ്റിക്ക് പെശക് പറ്റിയെന്ന്. ഇത് അങ്ങോട്ട് പറയാൻ പോകുന്നതാണ്. ധാരവിലയാടാക്കാനാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കണം. ആരാണ് ഈ സ്ഥാനാർത്ഥിമാരെ നിശ്ചയിച്ചത്, നിർദ്ദേശിച്ചത്? ആ നിർദ്ദേശിച്ച ആൾ ജില്ലാ സെക്രട്ടറി ആണല്ലോ. ജില്ലാ സെക്രട്ടറി ആരിൽ നിന്ന് അഭിപ്രായം തേടിയിട്ടാണ് നിർദ്ദേശിച്ചത്? അത് പറയട്ടെ, ഇനിയെങ്കിലും പറയട്ടെ. ആർജവത്തോടെ പാർട്ടിയോടും ജനങ്ങളോടും പറയട്ടെ, എനിക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് തെറ്റുപറ്റി പറയട്ടെ. നിങ്ങൾ എന്ത് തിരുത്തുന്നതാണ് ഇപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ടത്? ജനങ്ങൾ വിശ്വസിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കണം, ജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടുക എന്തിനു വേണ്ടിയിട്ട്? ഈ പാർട്ടിയിൽ അഭിപ്രായം കേൾക്കാതുകൊണ്ടാണോ? CPM-ന്റെ രീതി വെച്ച് ബ്രാഞ്ച് തലം മുതൽ മേലോട്ടുള്ള ഘടകങ്ങളിൽ എടുക്കുന്ന തീരുമാനത്തിന്റെ കാർബൺ കോപ്പി എല്ലാ മേൽ കമ്മിറ്റികൾക്കും കിട്ടും. ലോക്കൽ കമ്മിറ്റി ചർച്ചകൾക്ക് അതിന്റെ കാർബൺ കോപ്പി മേൽ കമ്മിറ്റികൾക്ക് കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കാർബൺ കോപ്പിയിൽ അവിടെ നടന്ന ചർച്ചകളൊക്കെ ആ കാർബൺ കോപ്പിയിൽ ഉണ്ടാവും. ഏതെങ്കിലും പാർട്ടി ഘടകം പരിശോധിച്ചിട്ടുണ്ടാവും. അങ്ങനെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരൊരു സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമായിരുന്നോ? അത് പരിശോധിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ, പാർട്ടി അംഗങ്ങളുടെ വികാരം പരിഗണിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ ഇത്തരമൊരു തകർച്ച പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്നോ? അപ്പൊ ഇതിന്റെ ഉത്തരവാദി ആര്? ഇതിന്റെ ഉത്തരവാദി നിങ്ങളാണ്, നേതൃത്വമാണ്. അതുകൊണ്ട് പാർട്ടിയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ട് ഇപ്പോ റിവ്യൂട്ടിൽ അതിവിചിത്രമായ ചില കാര്യങ്ങൾ ഈ റിവ്യൂവിൽ പറയുന്നുണ്ട്. അതിൽ തോൽക്കാനുള്ള ഒരു കാരണം പറഞ്ഞിട്ടുള്ളത് ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചാണ്. നടേശനെ കയറ്റിയതിനെ കുറിച്ച് ന്യായീകരണം, നടേശൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് മുഖ്യമന്ത്രിന്റെ വാഹനം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അതിലേക്ക് കയറ്റി. ഇതാണല്ലോ നിങ്ങളെ വ്യാഖ്യാനം. അങ്ങനെയാണോ ജനങ്ങൾ വിശ്വസിക്കുന്നത്? നടേശൻ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങളെ എതിർക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായോ? ആരും എതിർത്തോ? മുഖ്യമന്ത്രി എതിർത്തോ? ഗോവിന്ദ മാഷ് എതിർത്തോ? ജനങ്ങളപ്പോൾ വിശ്വസിച്ചില്ലേ? നടേശന്റെ വർഗീയ വിഷം തുപ്പുന്ന ആ നിലപാട് വന്നപ്പോ ആ നിലപാടിനെതിരെ ഒരക്ഷരം ഉയരാൻ പാർട്ടി സെക്രട്ടറിക്കോ മുൻ മുഖ്യമന്ത്രിക്കോ സാധിച്ചോ? അതിനെ ന്യായീകരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളെയും കയറ്റിയിട്ടാണല്ലോ മുഖ്യമന്ത്രി പോകുന്നത്. എങ്ങനെയാണ് നിങ്ങളെ ന്യൂനപക്ഷങ്ങൾ വിശ്വാസത്തിലെടുക്കുക? കേരളത്തിലെ മതേതര മനസ്സിനെ വ്രണപ്പെടുന്ന നിലപാടല്ലേ നിങ്ങൾ സ്വീകരിച്ച് ആ റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ? പിന്നീടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് തെറ്റായിപ്പോയി. എങ്ങനെയാ സന്ദേശം അവിടെ എത്തിയത്? എന്ത് വിചിത്രമായ വാദമാണ് ഇവർ പറയുന്നത്. യോഗി ആദിത്യ ഇവിടെ ഇങ്ങനെ അയ്യപ്പ സംഗമം നടക്കുന്നുണ്ട്, എന്നാ പിന്നെ എന്റെ വഴി ഒരു സന്ദേശം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് യോഗി ആദിത്യ സന്ദേശം അയച്ചതാണോ? ഒരു മുഖ്യമന്ത്രി സന്ദേശം നൽകേണ്ട ആവശ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ആരാണ് യോഗി ആദിത്യനാഥിനോട് സന്ദേശത്തിന് ചോദിച്ചത്? എങ്ങനെയാണ് സന്ദേശം അവിടെ എത്തിയത്? പറന്നു വന്നിട്ട് എത്തിയല്ലോ. ഇതെല്ലാം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന BJP-യുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീലിന്റെ ഭാഗമാണ് എന്നല്ലേ ജനങ്ങൾ വിശ്വസിക്കുന്നത്? അതല്ലേ ജനങ്ങൾ വിശ്വസിക്കുന്നത്?
നിങ്ങൾക്ക് ഇവിടെ ലാവലൻ കേസ് നീട്ടി പോവാണ്. ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്താ? ഈ ഡീലിന്റെ ഭാഗമാണത്. അതുപോലെ വീണക്കെതിരായിട്ടുള്ള കേസ് അത് ഡീലിന്റെ ഭാഗമാണ് എന്നൊക്കെയല്ലേ ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് അങ്ങനെ തീർച്ചയായിട്ടും ഈ പരാജയത്തിന് ഇതെല്ലാം ഒരു കാരണമല്ലേ? മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും സ്വഭാവവും പാർട്ടിയിലുടനീളം ചർച്ച ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ റിവ്യൂ റിപ്പോർട്ടിൽ അത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ മുഖ്യമന്ത്രിക്ക് ഒരു കുഴപ്പമില്ല, പാർട്ടി സെക്രട്ടറിക്ക് കുഴപ്പമില്ല, കുഴപ്പം മുഴുവൻ താഴെയാണ്. ഇതല്ലേ നിങ്ങളുടെ റിവ്യൂ റിപ്പോർട്ട്? ഇതാണ് പറഞ്ഞത്, കൊടിയ വഞ്ചനയാണ് പാർട്ടിയോട് നിങ്ങൾ ഇനിയും കാണിക്കുന്നത്. ജനങ്ങൾക്കറിയാം, ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് ഈ പരാജയത്തിന് ഉത്തരവാദി. ചില ബ്രാഞ്ചുകളിൽ നടക്കുന്ന ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള ചില സഹാക്കൾ പറഞ്ഞത് ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലേ ഇനി ഞാൻ ബ്രാഞ്ചിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു പോയ സഹാക്കളുണ്ട്. ഈ വികാരം കാണണ്ടേ? അപ്പൊ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം താഴേക്കടയിലെ സഹാക്കളെ തല്ലിൽ അടിച്ചേൽപ്പിച്ച് ഞങ്ങളെല്ലാം കേമന്മാരാണ്, ഞങ്ങളുടെ കൈ ശുദ്ധമാണ് എന്ന് വരുത്തി നിങ്ങൾക്ക് അധികാരം